എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ തന്നെ ചുട്ടു തരുന്ന അരികൊക്കെ മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പം ഇല്ലേ, അങ്ങനത്തെ നല്ല അരികൊക്കെ മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൂടാതെ ഈ ഒരു പാലപ്പത്തിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു എഗ് റോസ്റ്റും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ക്വാളിറ്റി പച്ചരിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. നല്ല പോലെ തന്നെ കഴുകിയ ഈ ഒരു പച്ചരിയിലേക്ക് ഞാൻ കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടിടണം കേട്ടോ. ഒരു 4 മണിക്കൂറോളം നമുക്ക് ഈ ഒരു പച്ചരി ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു പച്ചരി ഞാനിവിടെ 4 മണിക്കൂറോളം ഒന്ന് കുതിർത്തിയെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും ഒന്ന് കഴുകി ഒരു അരിപ്പയിലൂടെ ഊറ്റി അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പാണ് കേട്ടോ. ആ ഒരു സെയിം കപ്പിൽ 1.25 കപ്പ് അളവിൽ ഇതുപോലെ വെള്ള അവലെടുക്കുകയാണ്. വെള്ള അവലായതുകൊണ്ട് മാത്രമാണ് 1.25 കപ്പ് അളവിൽ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റ് 1.25 കപ്പ് അളവിൽ അവൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു അവലൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 15 മിനിറ്റോളം നമ്മൾ അവലൊന്ന് കുതിർത്തിയിട്ടെടുക്കുക. അവലൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മളിപ്പോൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഒരു പച്ചരിയില്ലേ, അതിൻ്റെ ഒരു വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഒന്നായിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത്. വലിയ ജാറിലായതുകൊണ്ട് അങ്ങനെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ ഇത് അരച്ചിട്ടെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ ഇതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാനിട്ടിരുന്ന ഒരു അവലാണ് കേട്ടോ. ആ ഒരു അവൽ നന്നായിട്ട് കുതിർന്ന് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കുതിർന്ന അവൽ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുക. തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ പാലപ്പത്തിന്. അപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരിക്കലും കൂടുതലല്ല, കറക്റ്റ് ഒരു അളവാണ്. ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ ഇതുപോലെ തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതുപോലെ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് തേങ്ങാവെള്ളവും 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 1.5 കപ്പ് അളവിൽ എക്സ്ട്രാ വെള്ളമാണ്. 1/2 കപ്പ് തേങ്ങാവെള്ളവും തേങ്ങാപ്പാലും കൂടാതെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിത് അരച്ചെടുത്തിരുന്നത്. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളൊക്കെ എടുക്കുന്ന ഒരു പച്ചരിയും അവലിൻ്റെയൊക്കെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അളവിൽ കൂടിയോ കുറഞ്ഞെന്നൊക്കെ വന്നിരിക്കാം. അപ്പം നമ്മളൊന്ന് നോക്കുമ്പോൾ അറിയാം കുറച്ച് കട്ടിക്കാണ് ഈ ഒരു മാവിരിക്കുന്നത്. വീണ്ടും ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ഒരു പാകത്തിനുള്ളൊരു കട്ടിയായി. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ ഒരു പാലപ്പത്തിൻ്റെ മാവിരിക്കേണ്ടത്. ഇതിലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഇതിൽ ഒരുപാട് കട്ടിക്ക് വിരിക്കരുത് കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങാവെള്ളവും 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലും 2 കപ്പ് ടോട്ടൽ വെള്ളവും കൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിന് മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിനെ അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 8 മണിക്കൂറോളം ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നമുക്കിവിടെ പുളിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മൾ എപ്പോഴാണോ ചുടുന്നത് അതിന് 1 മണിക്കൂർ മുമ്പാണ് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളം ചൂടുവെള്ളം, ഒരുപാട് ചൂടുമായി പോവരുത്, ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ചൂടുന്നത് അതിന് 1 മണിക്കൂറിന് മുമ്പ് ഇതുപോലെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഈസ്റ്റൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1 മണിക്കൂറും കൂടി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ, മാവൊക്കെ നന്നായിട്ട് നമുക്ക് നല്ല ഫെർമൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള
ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ചുടുന്നതിന് മുമ്പ്. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന അപ്പച്ചട്ടിയിലേക്ക് ഇതുപോലെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുട്ടിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അരികൊക്കെ മൊരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് പാലപ്പം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാലപ്പത്തിൻ്റെ ഒരു മാവ് വെച്ചിട്ട് പാലപ്പത്തിന് തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഒരു തേങ്ങാവെള്ളവും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി നല്ല രുചിയുള്ളൊരു പാലപ്പമാണ് കേട്ടോ. അരികൊക്കെ മൊരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഈ ഒരു പാലപ്പവും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു പാലപ്പം നമ്മളങ്ങ് ചുട്ടങ്ങ് വെക്കരുത്. എപ്പോഴാണോ നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ചുട്ടിത് നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുമോ, അല്ലെങ്കിൽ കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം ഇത് ചുട്ടിട്ടെടുക്കുക. അങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഈ ഒരു പാലപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുക്കറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളൊരു കുക്കറിലാണ് ഈ ഒരു മുട്ട റോസ്റ്റ് റെഡിയാക്കുന്നത്. ഈ ഒരു കുക്കറിലേക്ക് ഒരു 5 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് കേട്ടോ. ഒരുപാട് കട്ടി കൂടിയിട്ട് നമ്മൾ സവാള ഇതിലേക്ക് അരിയരുത്. നീളത്തിൽ ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത 5 സവാളയാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇതിലേക്ക് ഞാനൊരു എണ്ണയൊക്കെ വറവിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുക്കറിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സവാള വേവിക്കുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാത്തതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതൊരു 3 പച്ചമുളകാണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. ആ ഒരു സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ സവാള കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഞാൻ സവാളയൊന്ന് ഇതുപോലെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ അളവിൽ ഇതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, ഇത് 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ്. ഏകദേശം ഒരു അരക്കപ്പ് അടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട്. ശേഷം ഇതുപോലെ നമ്മൾ കുക്കർ അടച്ചു വെച്ച് കൊടുത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 വിസിൽ അടുപ്പിക്കുക കേട്ടോ. കറക്റ്റ് ഒരു 5 വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യേണ്ടതാണ്. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു 5 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആവി നന്നായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഒരു ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു സവാളയൊക്കെ നന്നായിട്ട് നമുക്കിവിടെ വഴണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഒരു പൊടികളുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ആ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവുന്നത്. ഇതിൻ്റെ ഒരു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചൊവയും ആ ഒരു മസാലയുടെ ഒരു കുത്തലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നല്ല കറക്റ്റ് ഒരു പാകത്തിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ മുട്ട എടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇനൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞെടുത്ത മുട്ടയെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. മുട്ടയും ചേർത്ത് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. 250 ml കപ്പിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. 1-ാം പാൽ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്കിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ
കുറച്ചൊരു ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കി എടുക്കാവുന്നതാണ്. ഞാനിതൊരു റോസ്റ്റ് പരുവത്തിനാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. അത് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സവാള വഴറ്റിയ സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിരുന്നില്ല. ഇതുപോലെ ഈ ഒരു സമയത്താണ് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ഒരു പുളി അങ്ങ് ഇറങ്ങത്തില്ല. ഒരു ഫ്രൈ പരുവാവുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു തക്കാളിയും ഇതുപോലെ വഴൻ്റെ ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ, നമ്മൾ സാധാരണ വഴറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റ് പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പവും ചപ്പാത്തിയും പത്തിരിയും ഇടിയപ്പവും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.